ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും അതുപോലെ നമ്മളുടെ ഗരം മസാല പൗഡർ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, തൈര്, പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുക്കൽ. പക്ഷേങ്കിൽ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വിട്ടുപോയേ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളി ഇവിടെ കുക്കായിട്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അളവൊക്കെ ഞാൻ അതിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സൈസുള്ള തക്കാളി നമ്മളൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ ഈ തക്കാളി നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. അതുവരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിൻ്റെ കളറും കൂടി ഒന്ന് മാറിക്കിട്ടും. അതുപോലെ ഇതിലുള്ള വെള്ളവും കുറച്ച് കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മളുടെ തക്കാളിയെല്ലാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും. ഏകദേശം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇതുപോലെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, നമ്മളുടെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അതുപോലെ നമ്മളുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഫ്രഷ് ക്രീമിൻ്റെ കപ്പിൽ കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് അത് 1 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ, അതുകൂടി ഒഴിച്ചിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി 1-2 ഐറ്റം കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഒരു ചിക്കൻ ടിക്ക മസാല റെഡിയാകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷമല്ലേ നമുക്കിതിൻ്റെ തീ കുറച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കുക്ക് ചെയ്യണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും അതുപോലെ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ചിക്കൻ ടിക്ക മസാല നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ നല്ല ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.